നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ ആദ്യമേ ഒരു ഇൻട്രോ ഒന്ന് പറഞ്ഞോട്ടെ. ഓൺലൈൻ ബാച്ചസ് ഒരുപാട് ആയിരക്കണക്കിന് അല്ലെ 2000 കണക്കിന് കുട്ടികളായിരിക്കും മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രക്ഷാകർത്താക്കളും എല്ലാം ഉൾപ്പെടെ പരമാവധി സ്റ്റാഫുകളെ മാറ്റി ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത്. അത്രയും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും നമ്മൾ വിജയം ഉറപ്പാക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഉറപ്പായിട്ട് ഞാൻ ഇന്നലെ ചെയ്ത കുട്ടികളുടെ വീഡിയോ, കുട്ടികളുടെ ഫോട്ടോയും പേരും ഉൾപ്പെടെ അവർക്ക് കിട്ടിയ മാർക്ക് ഉൾപ്പെടെ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നുണ്ട്. ഒരു മാർക്ക് കിട്ടിയ കുട്ടിക്ക് 55, 58 മാർക്ക് 60 കിട്ടാമെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളിൽ എത്രയോ പേര് ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിച്ചു. അന്നേരം അത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം, നിസ്സാരമായിട്ടല്ല, നമ്മൾ എങ്ങനെ റെഗുലർ കോഴ്സ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പ്ലസ് ടു സേ. അത്രയും കാര്യമായിട്ട് തന്നെ അതിനകത്ത് ഇപ്പോൾ 1%, 2% കുട്ടികൾ തോക്കുമായിരിക്കും. പക്ഷെ ബാക്കി നല്ല ശതമാനം നമ്മുടെ ബാച്ചിലെ കുട്ടികളെല്ലാം വിജയം കൈവരിച്ചവരാണെന്നുള്ളതാണ് ഏറ്റവും ആൾക്കാർ അല്ലെങ്കിൽ മാതാപിതാക്കളെയും കുട്ടികളെയും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ മെസ്സേജ് അയച്ചത് റിപ്ലൈ കിട്ടിയില്ലെന്ന് വിചാരിക്കുന്നത്. റിപ്ലൈ ഉറപ്പായിട്ട് എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കിട്ടും. പക്ഷേ പൊടുന്നനെ നിങ്ങൾ റിപ്ലൈ കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഓർഡറിലാണ് നമ്മൾ കൃത്യമായിട്ട് റിപ്ലൈ ചെയ്യുന്നത്. ഇപ്പം ഇന്ന് 23 ആണ്. 23 നാളെ ഒരു പുത്തൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. 24 ആദ്യത്തെ ബാച്ച്, 25, 26 ഈ 3 ദിവസം ഫസ്റ്റ് ബാച്ചിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ തിങ്കൾ, ചൊവ്വ, ബുധൻ സെക്കൻഡ് ബാച്ചാണ്. ഇതെല്ലാം ഒരേ രീതിയിലായിരിക്കും ക്ലാസ് ഇതാകുന്നത്. ഒരാൾക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അഡ്മിഷൻ കൃത്യമായിട്ട് കിട്ടിയാൽ നിങ്ങൾ തരുന്ന വളരെ പരിമിതമായ പൈസയിൽ കൂടുതൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും എന്നുള്ള തോന്നൽ മാത്രം ജയിച്ചിരിക്കും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കും. കാരണം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒരുപാട് പഠിക്കേണ്ട, വാരി വലിച്ച് പഠിക്കേണ്ട, അന്നേരം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. അതുകൊണ്ട് എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കിട്ടും. അതുകൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ കോൾ ചെയ്യരുത്. വോയിസ് കോളോ കാര്യങ്ങളോ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജുകൾ വിടരുത്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് കൃത്യമായിട്ട് എഴുതിയാൽ ഞാൻ തിരിച്ച് റിപ്ലൈ ചെയ്തോളാം. അതിൽ പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാം. അല്ലാതെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള സമയം വീണ്ടും നമുക്ക് പോകും. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നതാണ് എല്ലാ വർഷവും. ഈ വർഷത്തെ പ്ലസ് ടു, പ്രത്യേകിച്ച് 2025 പബ്ലിക് എക്സാം കടുപ്പമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും. അങ്ങനെ സേ പരീക്ഷ എളുപ്പമായിരിക്കുമോ കടുപ്പമായിരിക്കുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത്ര എളുപ്പമായിരിക്കത്തില്ല. ആ രീതിയിൽ നിങ്ങൾ പഠിക്കാനും ഇരിക്കുന്നത്. നമ്മൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം നമ്മൾ ഈ വർഷം മാറ്റിയിട്ടാണ് ഈ ബാച്ചുകളെല്ലാം കൊടുക്കാൻ പോകുന്നത്. എന്നാൽ എളുപ്പവുമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേണിന് വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് പഠിച്ചാലേ നമ്മൾ ജയിക്കത്തുള്ളൂ. പഴയ പാറ്റേണിലായിരിക്കും ഒരു 99% അധ്യാപകരും പഠിപ്പിക്കുന്നത്. പക്ഷേ അത് പണി കിട്ടും, അതിനകത്ത് സംശയം വേണ്ട. പലരും ചോദിക്കും, സാറേ ഓൺലൈൻ ക്ലാസ്സിൽ അല്ലയോ ഇത്രയും കുട്ടികൾ ജയിക്കാമെങ്കിൽ? എല്ലാവർക്കും പഠിക്കാൻ പറ്റും. കാരണം നമുക്ക് ഏത് സമയത്തും പഠിക്കാൻ ക്ലാസ്. ചിലർ ജോലിക്ക് പോകുന്ന കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് പറ്റുമോ? നമുക്ക് ഏത് സമയത്തും കാണാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. നമുക്ക് ഏത് സമയം ഇരുന്ന് പഠിക്കാം. അന്നേരം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എല്ലാ സബ്ജക്റ്റുകളും എളുപ്പമായിരിക്കണമെന്നില്ല. ഒരുപക്ഷെ എല്ലാ സബ്ജക്റ്റുകളും അത്യാവശ്യം പ്രയാസമായിരിക്കാം. പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ, നല്ല മെത്തേഡ് ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ആ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു പ്രയാസമാണെന്ന് തോന്നുന്നത് മാത്രമല്ല, ഡബിൾ പാസ് മാർക്ക് കൂടുതൽ, ഞാൻ മിനിമം പറയുന്ന ഒരു 40-നും 50-നും ഇടയ്ക്ക് സാധാരണ കുട്ടികൾക്ക് മേടിക്കാം. 60-ൽ 40-നും 50-നും ഇടയിൽ സാധാരണ കുട്ടികൾക്ക് മേടിക്കാം. പറയുന്നത് പോലെ കേട്ടാൽ മാത്രം മതി. കടുപ്പമാകുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത് പ്രതീക്ഷിച്ച് വേണം പോകാൻ. അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് ഭയങ്കര എളുപ്പമാണ്, സേ പരീക്ഷ എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. നിങ്ങളത് കടുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുക. നമുക്കൊരു 10-25 ദിവസം നിങ്ങൾ കൂട്ടിക്കോ. ഇപ്പം നമ്മുടെ ബാച്ചിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും മിനിമം ഒരു 4 വട്ടം റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. അതിനുപേ പോർഷൻ തീർക്കും. ഒരു 4 വട്ടം റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരാടെ തോക്കുന്നത്? ഒരിക്കലും തോക്കത്തില്ല. അത് സംശയമില്ല. നമ്മളിതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ തോൽക്കുന്നത്. വിജയിക്കുന്നത് എപ്പോഴും നമ്മൾ ഇച്ചിരി കഷ്ടപ്പെടണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ സിലബസിൽ വരുത്തണം. അധ്യാപകരനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തരുന്നത്. അന്നേരം ഒരിക്കലും നിങ്ങൾ തോക്കത്തില്ലെന്നുള്ള ഉറപ്പാണ്. അന്നേരം എത്ര കടുപ്പമുള്ള പരീക്ഷ ആണെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ ബാച്ചിൽ അത് 100% ഉറപ്പാണ്. നിങ്ങളെ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ ചെയ്തിട്ടിരിക്കും. അതിനൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ബാച്ചിൽ ചേരുന്ന ഒരു കുട്ടി പോലും തോൽക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക്. അധ്യാപകർ നിങ്ങൾ അതിൻ്റെ ഒരു 50% നിങ്ങൾ പഠിച്ചാൽ, 50%, നമ്മൾ 100 അല്ല 150% ഡെഡിക്കേഷൻ നിൽക്കുമ്പം നിങ്ങളൊരു 50% നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഒരു കുട്ടി പോലും തോക്കത്തില്ല. നിങ്ങളെല്ലാവരും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഡബിൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇത് മാഷിൻ്റെ വാക്കാണ്.
അതുപോലെ നമ്മൾ അധ്വാനിക്കും. നിങ്ങൾ കൂട്ടത്തിൽ നിന്നാൽ മാത്രം മതി. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ 82,000 കൂടുതൽ കുട്ടികളാണ് തോറ്റത്. നിസ്സാര കാര്യമല്ല. അന്നേരം അവരെ നമ്മളൊന്ന് കൈ പിടിക്കുമ്പം അത് ചേർത്ത് പിടിക്കുക എല്ലാവരും. അതിനകത്തൊരു ഈഗോ വരരുത്. നിങ്ങളെ മാക്സിമം നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുക. ജയിച്ചിരിക്കുക എന്നുള്ളത് ഉറപ്പാണ്. അന്നേരം എത്ര കടുപ്പമുള്ള പരീക്ഷയാണെങ്കിലും നമ്മൾ ജയിച്ചിരിക്കും. നെവർ എവർ ഗിവ് അപ്പ്.